ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി 20 മുതൽ മെയ് 16 വരെ ശനി പൂരിട്ടാതി നക്ഷത്രത്തിൽ നിന്നും ഉത്തിരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ശനിക്ക് 2026 രാശിമാറ്റമില്ല എങ്കിലും 2026 ശനിക്ക് നക്ഷത്രമാറ്റമുണ്ട്. ശനി സ്വന്തം നക്ഷത്രമായ ഉത്തിരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നത് ഓരോ കുറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2026 മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം മാറ്റം വരുന്നു എങ്കിലും 2026 ശനിക്ക് രാശിമാറ്റമില്ല. ഇപ്പോൾ ശനി മീനം രാശിയിൽ കാലപുരുഷൻ്റെ 12ാം രാശിയിൽ ശനി സഞ്ചരിക്കുകയാണ്. ശനിക്ക് രാശിമാറ്റമില്ല എങ്കിലും ശനിക്ക് നക്ഷത്രമാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. ആ ശനി ജനുവരി 20 ഉത്തിരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. മെയ് 16 വരെ ആ ശനി ഉത്തിരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കും. ഉത്തിരട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് ശനി കൂടുതൽ പവർഫുള്ളാകും. ശനിയുടെ എനർജിയൊക്കെ കൂടുന്ന സമയമാണ്. ശനി കൂടുതൽ ആക്റ്റീവ് ആകും. അതേസമയം ഈ ഉത്തിരട്ടാതി നക്ഷത്രത്തിലേക്കുള്ള ശനിയുടെ മാറ്റം ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏത് രീതിയിലായിരിക്കും സ്വാധീനിക്കുന്നത്? ഇത് നമ്മളിവിടെ പറയുന്നത് ഒരു പൊതുഫലമാണ് എങ്കിലും ജാതകത്തിൽ ഈ ഓരോ കൂറുകാരുടെയും ലഗ്നക്കാരുടെയും ജാതകത്തിൽ ശനിയുടെ ഭാവാധിപത്യം, ശനിയുടെ സ്ഥിതി, ശനിക്ക് ശുഭഗ്രഹ യോഗം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഞാൻ ഈ പറയുന്ന പൊതുഫലത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഈ വീഡിയോയിൽ ധനു, മകരം, കുംഭം, മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ശനി ഉത്തിരട്ടാതി നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. ആദ്യം നമുക്ക് ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും. ധനുക്കൂറുകാരെന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽപ്പെടുന്നവരാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി 2ാം ഭാവാധിപനുമാണ്, 3ാം ഭാവാധിപനുമാണ്. ഈ 2ഉം 3ഉം ഭാവാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ 4ൽ സഞ്ചരിക്കുകയാണ്. 2026 ശനിക്ക് ഈ 4ാം ഭാവരാശിയിൽ നിന്നൊരു രാശി മാറ്റമില്ല. ഇപ്പോൾ ആ ശനി പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. ആ ശനി ജനുവരി 20 ഉത്തിരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. മെയ് 16 വരെ ശനി ഉത്തിരട്ടാതി നക്ഷത്രത്തിൽ ഉണ്ടാകും. അപ്പോൾ ഉത്തിരട്ടാതി നക്ഷത്രം ശനിയുടെ തന്നെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് ശനി കൂടുതൽ പവർഫുള്ളാകും, ശനി കൂടുതൽ ആക്റ്റീവാകും, ശനിയുടെ എനർജി കൂടുന്ന സമയം ആയിരിക്കും. അപ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കൂറുകാരുടെ 4ലാണ് ശനി സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശനി ഒരു കണ്ടക ശനി സമയമാണ്. ഇപ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ശനി 4ൽ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ ആസ്തി സംബന്ധമായോ ഭവന സംബന്ധമായിട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളുടെ നവീകരണത്തിനൊക്കെ ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും. അതുപോലെ ഭാവിയിൽ നമുക്ക് ധനം കിട്ടുന്ന പ്രോജക്റ്റുകളിൽ നമ്മൾ പണം മുടക്കുന്നതിനും അതുവഴി നമുക്ക് ഭാവിയിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, കൃഷിയിൽ ഏർപ്പെടുന്നവർ, മൈനിങ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്കെല്ലാം പൊതുവെ അല്പം അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ബിൽഡേഴ്സിന്, അതുപോലെ തന്നെ സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഒക്കെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതേപോലെ പൊതുവെ നമുക്ക് ഈ വർക്ക് ഫ്രം ഹോം, വീട്ടിലിരുന്നൊക്കെ വർക്ക് ചെയ്യുന്നവർ, കമ്പനികളുടെയൊക്കെ വർക്കുകൾ വീട്ടിലിരുന്നൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവെ അവർക്കും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇപ്പോൾ 3ാം ഭാവാധിപനായിട്ടുള്ള ശനി 4ൽ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിൽ അപ്പിയർ ചെയ്യുന്നവർക്ക്, തൊഴിലന്വേഷകർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്.
അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ത് ചലഞ്ചസും എന്ത് പ്രശ്നങ്ങളും അതിജീവിക്കാനുള്ള ഒരു ധൈര്യം, വീര്യം ഈ കൂറുകാർക്കുണ്ടാകും. അതേസമയം ശനി സുഖസ്ഥാനത്തായതുകൊണ്ട് നമുക്ക് പൊതുവെ ഒരു വർക്ക് പ്രഷറൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. ഫാമിലി തലത്തിലൊക്കെ ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കഴിവതും നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, വാഗ്വാദങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അവിടെയൊക്കെ ഒരു കെയർ നമുക്ക് വേണം. അതേപോലെ ആരോഗ്യകാര്യങ്ങളിലും അല്പം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചിലർക്ക് ബ്രീത്തിങ് പ്രോബ്ലം, ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ ടൈംലി ആയിട്ടുള്ള ചെക്കപ്പ് നടത്തി അതിനുള്ള ഒരു മെഡിക്കൽ കെയർ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ശനി 6, 10 അതുപോലെ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വർക്ക് പ്ലേസിൽ നമുക്ക് കുറച്ച് അച്ചടക്ക മനോഭാവം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നത് വളരെ ഗുണം ചെയ്യും. നമ്മൾ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വ്യവഹാരങ്ങളിൽ, കേസുകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യതകൾ നിറവേറ്റാൻ കഴിയും, അത് തീർക്കാൻ കഴിയും. അതുപോലെ തൊഴിലിടത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് ചലഞ്ചസ് വന്നാലും അത് തരണം ചെയ്യാനാകും. പൊതുവെ നമുക്ക് നീതിയുക്തമായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമൊക്കെ നടത്തുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ പൊതുവെ ഒരു പൊതുജനപ്രീതിയൊക്കെ കിട്ടുന്ന സമയമായിരിക്കും. തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങളുണ്ടാകും. തൊഴിലിൽ സഡനായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർക്ക് ഈ പുണ്യ നദികൾ, ദേവാലയങ്ങൾ ഇവയൊക്കെ സന്ദർശിക്കുന്നതിനുള്ള ഒരു താല്പര്യം, അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് വന്നു എന്ന് വരാം. സ്വന്തം എഫർട്ട്, സ്വന്തം ഇൻ്റലിജൻസ്, സ്വന്തം പാണ്ഡിത്യം ഇവ കൊണ്ട് നമുക്ക് ധനാർജനം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ്. കഴിവതും അന്യരുടേതായിട്ടുള്ള ക്ഷേമത്തിനും ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് പോകുന്നവർക്ക്, പ്രത്യേകിച്ച് എന്തെങ്കിലും ചാരിറ്റി, എന്തെങ്കിലുമൊക്കെ ഡൊണേഷൻ ഒക്കെ കൊടുക്കുന്നവർക്ക് പൊതുവെ ഈ സമയത്ത് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയും. പൊതുവെ നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ ഉയർത്താൻ കഴിയും. മനോബലമൊക്കെ കൂടുന്നതിനൊക്കെ നമുക്ക് അത് സഹായകമാണ്. പ്രത്യേകിച്ച് ഈശ്വരചിന്ത കൂട്ടുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ശനി ഈ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. മകരക്കൂറുകാരെന്ന് പറയുമ്പം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ശനി. ആ ശനി 2ാം ഭാവാധിപനുമാണ്. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനും 2ാം ഭാവാധിപനുമായിട്ടുള്ള ശനി ഇപ്പോൾ 3-ൽ സഞ്ചരിക്കുകയാണ്. 3-ൽ ശനി സഞ്ചരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 2026 ആ 3 നിൽക്കുന്ന ശനിക്ക് രാശിമാറ്റമില്ല. എന്നാൽ 2026 3 നിൽക്കുന്ന ശനിക്ക് നക്ഷത്രമാറ്റമുണ്ട്. ജനുവരി 20 പൂരിട്ടാതി നക്ഷത്രത്തിൽ നിന്നും ശനി ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നു. മെയ് 16 വരെ ആ ശനി ഉത്തരട്ടാതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് ശനി കൂടുതൽ പവർഫുള്ളായിരിക്കും, ശനി കൂടുതൽ ആക്റ്റീവായിരിക്കും, ശനിയുടെ എനർജിയൊക്കെ കൂടുന്ന സമയമായിരിക്കും. അപ്പോൾ പൊതുവെ ഈ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശനി 3-ൽ സ്വന്തം നക്ഷത്രത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഏത് കാര്യത്തിലും ധൈര്യത്തോടെ, വീര്യത്തോടെ മുന്നിട്ടിറങ്ങി പ്രശ്നങ്ങൾ തരണം ചെയ്യാനുള്ളൊരു കഴിവുണ്ടാകും. സ്വന്തം എഫർട്ട്സിൻ്റെ റിസൾട്ട് അവർക്ക് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. ഇപ്പം മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, മീഡിയ, റൈറ്റിംഗ്, പബ്ലിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഇവയിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുവഴിയൊക്കെ ധനാഗമം ഉണ്ടാകും. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് കർമ്മനേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശനി 3-ലായതുകൊണ്ട് സഹോദരങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കാം. അതേസമയം സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. സ്വന്തം പ്രവർത്തനങ്ങളിൽ
കോൺസെൻട്രേഷൻ കൂടുന്ന സമയമായതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനോ സുഹൃത്തുക്കളുമായോ അയൽവക്കക്കാരുമായോ അവരുടെയൊക്കെ കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരാം. അവരുടെ കൺസേണിനെ പറ്റി നമ്മൾ കെയർ ചെയ്യേണ്ടുന്ന സമയമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കാൻ കഴിയാതെയൊക്കെ വരുമ്പോൾ അത് ചിലപ്പോൾ മാനസികമായിട്ട് ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. ഇപ്പോൾ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടുന്ന സമയമാണ്. ശനി 2ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ആ 2ാം ഭാവാധിപൻ 3 നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ധനമൊക്കെ ചെലവ് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കും. അതേസമയം ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളിൽ പണം ചെലവ് ചെയ്യേണ്ടുന്ന സമയം കൂടി ആയിട്ട് കാണുന്നുണ്ട്. സംസാരത്തിലൊക്കെ ശ്രദ്ധ വേണം. 2ൽ രാഹു നിൽക്കുന്ന സമയമാണ്. വാക്സ്ഥാനത്താണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏത് കാര്യവും ആലോചിച്ച് വേണം അതിനോട് പ്രതികരിക്കാൻ. സഡനായിട്ട് പ്രതികരിക്കുന്നത് ദോഷമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക. വാക്കുകൾ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. ശനി 5, 9, 12 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പ്രണയബന്ധത്തിൽ ഒരു കെയർ വേണം. അതുപോലെ തന്നെ അവരുമായിട്ട് പ്രണയ പങ്കാളിയുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം ചിലപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നില്ല. അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. സാത്വികമായ മാർഗങ്ങൾ, ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെ മനസ്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് അത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയും. അതേസമയം ആത്മീയ കാര്യങ്ങളിൽ ഫോക്കസ് കൂടുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ അതിനുവേണ്ടി കൂടുതൽ പണമൊക്കെ ചിലപ്പോൾ ചിലവാക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പണം ചിലവാക്കുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ പാഴ്ചെലവ് കുറയ്ക്കുന്നതിനുള്ളൊരു ശ്രമം ഉണ്ടാകും. ചിലർക്ക് ആതുര സേവന പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനോ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ സംഭാവന കൊടുക്കുന്നതിനോ ഒക്കെ ഉള്ളൊരു മനോഭാവം ഈ സമയത്ത് ഉണ്ടാകും. പൊതുവെ നമ്മൾ അല്പം ഈശ്വരീയമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോവുകയാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് ഈ ശനി സ്വന്തം നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുക വഴി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ഇപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ജന്മലഗ്ന രാശ്യാധിപനാണ് ശനി. ആ ശനി 12ാം ഭാവാധിപനും കൂടിയാണ്. ആ ശനി ഇപ്പോൾ 2ൽ സഞ്ചരിക്കുകയാണ്. 2026 ഈ 2ൽ സഞ്ചരിക്കുന്ന ശനിക്ക് രാശിമാറ്റമില്ല. എങ്കിലും ശനിക്ക് നക്ഷത്രമാറ്റമുണ്ട്. അതായത് ഇപ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ജനുവരി 20 ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് ആ ശനി നക്ഷത്രമാറ്റം ശനിക്ക് വരുന്നുണ്ട്. ജനുവരി 20 ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ വന്ന് മെയ് 16 വരെ ആ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ശനിയുടെ നക്ഷത്രമാണ്. ശനിയുടെ നക്ഷത്രമായതുകൊണ്ട് ശനിക്ക് സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു പവർ, ഒരു എനർജി, ബലം ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ശനി 12ാം ഭാവാധിപനാണ്. അപ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ശനി ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പൊതുവെ നമുക്ക് ധനച്ചെലവിൻ്റെ സമയം എന്ന് പറയാം. എങ്കിലും ശനി സ്വന്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതിന് ആ ശനി സഹായകമാകും. അതേസമയം കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ധനം ചെലവ് ചെയ്യേണ്ടതായിട്ടും കാണുന്നുണ്ട്. അത് പൊതുവെ ഗുണപരമായിട്ടുള്ള ചിലവായിരിക്കും. മാനസികമായിട്ടുള്ള ഒരു ചഞ്ചലാട്ടമൊക്കെ മാറും. ധനം കരുതുന്നതിനുള്ള, ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഈ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. പൊതുവെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ക്രമേണ ഗ്രാജുവലായിട്ട് ഒരു സമ്പാദ്യ വർധനവിനുള്ള ഒരു ശ്രമം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും. ഇപ്പോൾ ജന്മരാശിയിൽ രാഹുവുണ്ട്. ഇപ്പോൾ രാശ്യാധിപനായിട്ടുള്ള ശനി 2ലാണ്. അപ്പോൾ സ്വന്തം എഫർട്ട് കൊണ്ടുള്ള ഒരു ധനാർജനം
ഈ സമയത്ത് പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഉത്തരവാദിത്വമൊക്കെ കൂടും. കുടുംബകാര്യങ്ങൾക്കായിട്ട് കൂടുതൽ സമയമൊക്കെ കണ്ടെത്തും. കുടുംബ വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശ്രദ്ധ കൊടുക്കും. പൊതുവെ കുടുംബ വിഷയത്തിൽ അല്പം ആധിപത്യമൊക്കെ പുലർത്തുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അല്പം സീരിയസ് ആയിട്ടൊക്കെ ചിലപ്പോൾ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം പരുഷമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ ഒരു സാധ്യതയുണ്ട്. പൊതുവേ ജന്മരാശിയിൽ രാഹുവും കൂടെ ഉണ്ട്. അപ്പോൾ 2-ൽ ശനിയുണ്ട്. അപ്പോൾ സംസാരത്തിൽ നമ്മൾ അല്പം ശ്രദ്ധിക്കണം. അത് അങ്ങനെ സംസാര മുഖാന്തരം എന്തെങ്കിലുമൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് ഉണ്ടാക്കിയെന്ന് വരാം. അവിടെയൊക്കെ ഒരു കരുതൽ വേണം. അതുപോലെ 2-ലൊക്കെ ഈ ശനി നിൽക്കുമ്പോൾ നമ്മുടെ ഫുഡ് ഹാബിറ്റിൽ ഒരു കെയർ വേണം. കഴിവതും നമ്മൾ പഴകിയ ആഹാരം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് ഈ ആരോഗ്യപരമായിട്ട് പ്രത്യേകിച്ച് വിഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ ദന്ത സംബന്ധമായിട്ട് എന്തെങ്കിലും ക്ലേശങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ശനി 4, 8, 11 രാശികളിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് മാനസികമായിട്ട് ഒരു സ്ട്രെസ്സ്, ഒരു ടെൻഷൻ ഈ സമയത്ത് ഉണ്ടാകാം. പ്രത്യേകിച്ച് ഫാമിലി റിലേറ്റഡ് കാര്യങ്ങൾ അവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു കെയർ കൊടുത്തു പോവുക. അതുപോലെ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കഴിവതും നമ്മൾ വഷളാകാതെ അത് നീതിപൂർവമായിട്ട് പരസ്പരം സംസാരിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടാകും. അതുപോലെ തൊഴിൽപരമായിട്ട് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തൊഴിലിൽ മാറ്റങ്ങൾ വരുമ്പോൾ അത് ചിലപ്പോൾ തൊഴിലിടത്ത് ഒരു വർക്ക് പ്രഷർ ഉണ്ടാകാം. അതുപോലെ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു കെയർ വേണം. പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കണം. അത് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഒഴിവാക്കുക. അതുപോലെ പണം കടം കൊടുക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നില്ല. അതേസമയം പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും സാമൂഹ്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. അത് 2 നിൽക്കുന്ന ശനി 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുള്ളതിനാൽ ഒന്നതുകൊണ്ട് പൊതുവെ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു സൗഹൃദം, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ ഒരു ധനാഗമം അല്ലെങ്കിൽ ധനനേട്ടം നമുക്ക് ഉണ്ടാകുന്നതിന് ആ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി 11 ദൃഷ്ടി ചെയ്യുക വഴി അങ്ങനെയുള്ളൊരു നേട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശനി സ്വന്തം നക്ഷത്രമായ ഉത്തരട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും നോക്കാം. മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. ഇപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ശനി 11-ാം ഭാവാധിപനുമാണ്, അതേസമയം 12-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 2026 ഇപ്പോൾ ജന്മരാശിയിൽ നിൽക്കുന്ന ശനിക്ക് രാശിമാറ്റമില്ല എങ്കിലും ശനിക്ക് നക്ഷത്രമാറ്റമുണ്ട്. ഇപ്പോൾ ശനി ജന്മരാശിയിൽ പൂരിട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. ആ ശനി ജനുവരി 20-ന് പൂരിട്ടാതി നക്ഷത്രത്തിൽ നിന്ന് മാറി ഉത്തരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ്. മെയ് 16 വരെ ശനി ഉത്തരട്ടാതി നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. അത് ഈ ഉത്തരട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് ശനിയുടെ തന്നെ നക്ഷത്രമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ അത് ശനി കൂടുതൽ ആക്റ്റീവാകും, ശനി കൂടുതൽ പവർഫുൾ ആകും, ശനിയുടെ എനർജിയൊക്കെ കൂടുന്ന സമയമാണ്. പൊതുവെ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ സമയമാണ്, ജന്മശനിയാണ്. അപ്പോൾ ശനി 11-ാം ഭാവാധിപനാണ്. അപ്പോൾ ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ധനാഗമം കൂടുന്നതിനുള്ള മാർഗങ്ങളെപ്പറ്റി ചിന്തയുണ്ടാകും. അതിന് സാധ്യതയുണ്ട്. മനസ്സിലെ ചില ആഗ്രഹങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അനുകൂല സമയമായിരിക്കും ഈ ജന്മരാശിയിൽ ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുക വഴി ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നത്. ചില ആഗ്രഹങ്ങൾ അവർക്ക് നടക്കും. അതുപോലെ സൗഹൃദങ്ങൾ പുതുക്കുന്നതിനും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ തന്നെ നമുക്കെന്തെങ്കിലും ഗുണാനുഭവം ഈ സമയത്തുണ്ടാകാനും സാധ്യതയുണ്ട്. 11-ാം ഭാവാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ സഞ്ചരിക്കുക വഴി. അതേസമയം ശനി 12-ാം ഭാവാധിപനും കൂടിയാണ് എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനച്ചെലവിനും സാധ്യതയുണ്ട്. അപ്പോൾ ധനപരമായിട്ട് 11-ാം ഭാവാധിപൻ ജന്മരാശി നിൽക്കുമ്പോൾ ധനാഗമം ഉണ്ടാകും എങ്കിലും
12ാം ഭാവാധിപനാണ് ശനി എന്നുള്ളത് കൊണ്ട് ധനച്ചെലവിനും സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മെഡിക്കൽ എക്സ്പെൻസ് വഴിയായിരിക്കാം, ദൂരയാത്രകൾ വഴിയായിരിക്കാം, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ചിലവുകൾ ഒക്കെ ചിലപ്പോൾ അധികരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ശനി ആയതുകൊണ്ട്, ജന്മരാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് പൊതുവേ നമുക്ക് ഒരു സന്തോഷക്കുറവ്, ഒരു ഒറ്റപ്പെടൽ, ശരീരസുഖം കുറയുക എന്ന അവസ്ഥയൊക്കെ വരാം. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ സമയത്ത് നമ്മൾ ശനി ഒരു ജന്മരാശി നിൽക്കുമ്പോൾ ആത്മീയ ചിന്ത കൂട്ടണം. പ്രത്യേകിച്ച് ശനി 12ാം ഭാവാധിപനാണ് എന്നുള്ളത് കൊണ്ട് ഒരു ഉറക്കക്കുറവ്, ഉത്കണ്ഠ, ഒരു ഭയമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഈ കുറുകാർക്ക് ഉണ്ടാകാം. പ്രത്യേകിച്ച് ഏഴരശനിയും ജന്മശനി സമയവും കൂടെയാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ, അല്ലെങ്കിൽ ഉറക്കക്കുറവ്, അല്ലെങ്കിൽ ഉത്കണ്ഠ, അല്ലെങ്കിൽ ഭയം, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ഉണ്ടാകാൻ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, ധ്യാനത്തിൽ കൂടുതൽ ഏർപ്പെടുക, ഇതൊക്കെ നമുക്ക് മനോബലം തരും. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ശനി ഒരു പ്രയാസം ഉണ്ടാക്കില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വ്യായാമം, യോഗ ഒക്കെ ഈ സമയത്ത് ശീലിക്കുക. ശാരീരികമായിട്ടുള്ള ഒരു ചലനമൊക്കെ ഈ സമയത്ത് കൂടുതൽ വേണം. എക്സസൈസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശനി ഈ പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായതുകൊണ്ട് ചെലവിൻ്റെ ഗ്രഹവും കൂടെയാണ്. അതേസമയം 11ാം ഭാവാധിപനായതുകൊണ്ട് വരവിൻ്റെ ഗ്രഹവുമാണ്. അപ്പോൾ ഈ വരവും ചെലവും ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സമയമായിട്ട് നമുക്ക് കാണാം. അതേസമയം നമ്മൾ അനാവശ്യ ചെലവ് നമ്മൾ ഈ സമയത്ത് നിയന്ത്രിക്കും. കാരണം ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ദുർവ്യയം കുറയ്ക്കും, പകരം വേണ്ടുന്ന ചെലവുകളായിരിക്കും ഈ സമയത്ത് നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് മെഡിക്കൽ എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് ആവശ്യമായ ചിലവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചിലവുകളൊക്കെ നമ്മൾ ഈ സമയത്ത് നിർവഹിക്കും. ശനി 3ലും 7ലും 10ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം ശനി സ്വന്തം നക്ഷത്രത്തിലായതുകൊണ്ട് പൊതുവെ ഒരു നീതിബോധമൊക്കെ കൂടും, അച്ചടക്കമൊക്കെ കൂടും, പക്വതയൊക്കെ ഈ സമയത്തുണ്ടാകും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് ഹാർഡ് വർക്കിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഈ സമയത്ത് പ്രതീക്ഷിക്കാം. തൊഴിൽപരമായിട്ടൊക്കെ ശ്രദ്ധ കൂടും. തൊഴിലിടത്തൊക്കെ നമുക്ക് ആദരവ് പ്രതീക്ഷിക്കാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ടെസ്റ്റിലായാലും ഇൻ്റർവ്യൂകളിലായാലും അവർക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും. കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമായിരിക്കും, അറിവ് കൂടുന്ന സമയമായിരിക്കും. അതൊക്കെ നമുക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഈ കർമ്മകാരകനായിട്ടുള്ള ശനി ജന്മരാശി നിൽക്കുക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം. അതേസമയം ഇപ്പോൾ പ്രത്യേകിച്ച് 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഇപ്പോൾ 4ൽ സഞ്ചരിക്കുകയാണ്, വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അത് ആ ഗുരു മാർച്ച് 10 ആകുമ്പോൾ 11 ആകുമ്പോൾ നേർസഞ്ചാരമൊക്കെ നടത്തുന്നു. 10ലേക്കൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ ആ ശനി 10ൽ ദൃഷ്ടി ചെയ്യുന്നതും 10ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 10ൽ ദൃഷ്ടി ചെയ്യുന്നതൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും. തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ അത് സാധ്യത കാണിക്കുന്നു. തൊഴിലിൽ നേട്ടങ്ങൾക്കൊക്കെ അത് സഹായകമാകും എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ധനാഗമമൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലർക്ക് ധന ആസക്തിയൊക്കെ കുറയുന്ന ഒരു സമയവും കൂടെ ആയിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ ധനം ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു കെയറൊക്കെ കൊടുത്തു പോകണം. അതുപോലെ നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ ഒരു സുഖക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകിച്ച് 7ലൊക്കെ ആ ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണം. വിവാഹ ആലോചനകളിലും നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്തൊക്കെ പോകണം. ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ ഈ സമയത്ത് നമ്മൾ പരോപകാര പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും രോഗമൊക്കെ വന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ധനസഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ ആത്മീയ തലത്തിൽ മനസ്സ് ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ, മനസ്സംഘർഷം ഒക്കെ കുറച്ച് മനസ്സമാധാനം കൈവരിക്കാൻ ഈ ജന്മശനി 7ര ശനി സമയമാണെങ്കിലും ആ ശനി നമുക്ക് സഹായകമാകും എന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.